ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ഈ പച്ചപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എലിക്കുട്ടിയമ്മയുടെ കുടുംബത്തിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ പച്ചപ്പിൽ നിന്നൊരു ചില കാര്യങ്ങൾ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ വീടിനകത്തിരുന്ന് കണ്ട് മടുത്തില്ലേ. അപ്പോൾ അമ്മേനെ നമുക്കിങ്ങനെ എപ്പോഴും ഇതിലെ അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കും കൊണ്ടു നടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ശകലം പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചേക്കാം, ഈ അന്തരീക്ഷത്തിൽ നിന്ന് സംസാരിച്ചേക്കാം എന്ന് വെച്ചാണ് വന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാരണവന്മാരെ നോക്കുന്ന കാര്യങ്ങളും പഴയ കാലത്തെ കാരണവന്മാരെ കാര്യങ്ങളൊക്കെയാണ് അമ്മ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിലും വളരെ വ്യത്യസ്തമാണ്. ഇന്ന് അമ്മയൊക്കെ കുളി കഴിഞ്ഞ് വന്ന്, സാധാരണ അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനാണ് അമ്മ കൂടുതൽ നന്നായിട്ട് സ്മാർട്ടായിട്ട് ഇടപെടുന്നത്. ഇന്ന് അമ്മ വന്നിരിക്കുന്നത്, കുളി കഴിഞ്ഞ് വന്നിരിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ, എന്നൊക്കെയാണ് പറയണമെന്നുള്ളത്. ഒത്തിരി വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ഓരോ ദിവസം നമ്മൾ വ്യത്യസ്തമായ വീഡിയോകൾ തന്നെയാണ് എടുത്തത്, നിങ്ങൾക്കറിയാം. എങ്കിൽ പോലും കൂടുതൽ അകത്തിരുന്ന് ഉള്ളതായതുകൊണ്ടാണല്ലോ ആൾക്കാരെ കാണാനൊരു മടി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ നിങ്ങളോട് ദുഃഖകരമായ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ പിടിക്കത്തുണ്ട് നമ്മുടെ ചേട്ടത്തിയുടെ മകൻ്റെ ഭാര്യയായിരുന്നു ഓമന ചേച്ചി. ഞങ്ങളൊന്ന് വേറെ പിരിഞ്ഞു പോയായിരുന്നു. അതുപോലെ തന്നെ സാവുച്ചേട്ടായുടെ സുവന ചേച്ചിയുടെ ചാച്ചനും ഞങ്ങളിന്ന് വേറെ പിരിഞ്ഞു പോയി. ഇവർ രണ്ടുപേരെയും വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് കാണുന്നവർ കണ്ടിട്ടുള്ള വീഡിയോകളാണ്. അവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് രണ്ടുപേരെയും പടം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അത് കണ്ട് എനിക്ക് വാട്സാപ്പിലുമൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ ദുഃഖത്തോടെ പറയുകയാണ്, രണ്ടുപേരും നല്ല പേഴ്സണാലിറ്റി, നല്ല ഇടപെടൽ, സ്നേഹവും ഉള്ളവരായിരുന്നു. നിങ്ങളെല്ലാവരും ദുഃഖത്തിൽ പങ്കുചേരണം. നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് കയറി നോക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ ഒന്നും അതേക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഓമന ചേച്ചിയായിട്ടുള്ള രണ്ട് വീഡിയോ ഉണ്ട്, 3 വീഡിയോ ഉണ്ട് മൊത്തം. ഓമന ചേച്ചിയായിട്ടുള്ള ചാച്ചനുമായിട്ട് ഞങ്ങൾ അർത്തങ്ക പോയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് രണ്ടുപേരും വയ്യാതിരുന്നാണ് നമ്മളിന്ന് വേറെ പിരിഞ്ഞ് പോയിരിക്കുന്നത്. ചേച്ചിക്ക് സ്ട്രോക്കൊക്കെ വന്ന് പിന്നെ വയ്യായിരിക്കുമായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ചെയ്തത്. ചാച്ചന് വയ്യാണ്ട് കിടക്കുമായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എന്നെങ്കിലും രണ്ടുപേരും നമ്മളിന്ന് വിട്ട് പിരിഞ്ഞ് പോയി. ദുഃഖത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുചേർന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോയുടെ ലെങ്ത് ആയിട്ട് കുറയ്ക്കുന്നൊന്നുമല്ല കേട്ടോ. അത് സാന്ദർഭികമായിട്ട് ആ വീഡിയോയുടെ ലെങ്തുകൾ വരുന്നതാണ്. ചില അമ്മയുടെ മൂഡനുസരിച്ചാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ചില ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ലിങ്കുകളൊക്കെ കുറവായിരിക്കും. ചില ദിവസങ്ങളിൽ 1-2 വീഡിയോ ഒക്കെ ചിലപ്പോൾ എടുത്തായിരിക്കും ഞങ്ങൾ 2-3 അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ദിവസം ചില ദിവസമൊക്കെ നമ്മൾ ഭയങ്കര ആയിട്ട് ഇതായിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ഉള്ള വീഡിയോകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസത്തെയും അപ്ഡേഷനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ അമ്മ മക്കളെക്കുറിച്ച് പറയണത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അതുപോലെ ഓരോ കാര്യങ്ങളും അതിനകത്തുണ്ട്, അതൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. മറ്റ് സ്ഥിരമായി കാണുന്നവർ നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് വളരെ റീച്ചുള്ള ഒരു പരിപാടിയാണ്, പുതിയ യൂട്യൂബിൻ്റെ പരിപാടിയാണ്. അതെല്ലാവരും ഒന്ന് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആഴ്ച 3 നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയില്ലെങ്കിൽ പേ കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുത്തൊന്നും ആരും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ട് സഹായിക്കുന്നു, അതുതന്നെ വലിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എലിക്കുട്ടിയമ്മയുടെ അടുത്ത വീഡിയോയിലോട്ട് പോകാം. സമയം ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇച്ചിരി വട്ടം കുറവുണ്ട്. അതുകൊണ്ട് ലൈറ്റെല്ലാം നിരത്തി അങ്ങ് തെളിച്ചിട്ടിട്ടുണ്ട്. ലൈറ്റെല്ലാം നിരത്തി തെളിച്ചിട്ടുണ്ടെന്നാണ്. ലൈറ്റേ എല്ലാ ലൈറ്റും തെളിച്ചിട്ടേക്കുമല്ലേ? ഇന്ന് കുളിച്ച് ആണോ? ലൈറ്റ് തെളിച്ചിട്ട കാര്യമാണ് പറഞ്ഞത്. ലൈറ്റെല്ലാം തെളിച്ചിട്ടില്ലേ? ഈ ലൈറ്റെല്ലാം തെളിച്ചിട്ടാക്കണ കാര്യമാണ് പറഞ്ഞത്. ഇതുണ്ട്, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. എല്ലാം കൂടെ എന്തിനാ തെളിച്ചിട്ടാന്നാ ചോദിച്ചേ? എല്ലാം കൂടെ തെളിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നോന്നാ ചോദിച്ചേ? അത് എത്ര നാൾ കൊണ്ടാണ് വെട്ടം കിട്ടണത്? ഒത്തിരി നാളെടുക്കുമോ തെളിഞ്ഞു വരാൻ? അന്നാരാക്ക് തെളിക്കുമ്പോൾ ഒരു ഇച്ചിരിയും കിട്ടും, ഒരെണ്ണത്തിൻ്റെ അറ്റത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് അന്നാരം ഇച്ചിരി കഴിയുമ്പോൾ അത് പൊട്ടില്ല. കെട്ടുപോകും അല്ലേ?
അപ്പോൾ ഇന്ന് അല്ലാതെ അങ്ങോട്ട് മണ്ണെണ്ണ വിളക്കിനകത്ത് മണ്ണെണ്ണ ഒഴിക്കാതെ കത്തിച്ച വിളക്കിരിക്കുമോ? അതുപോലെയല്ലേ ഇത് വിളക്കല്ലത്, ഇത് കറണ്ടാ. ഇത് കറണ്ടാ. കറണ്ട് കൊണ്ട് തന്നെ കാര്യം, കറണ്ട് കൊണ്ട് ഒട്ടും പറ്റിയല്ല. ആണോ? കറണ്ട് കൊണ്ട് ഒട്ടും നടക്കില്ലല്ലേ? കറണ്ട് ഒരു കാര്യത്തിനും വിളിക്കാൻ പറ്റിയല്ല. അന്നാറെ പോവും. അത് ശരിയാ. എപ്പോഴും കറണ്ട് പോക്കാ. മിന്നി തെളിഞ്ഞങ്ങ് പോവും. എലിക്കുട്ടിയമ്മ അങ്ങനെ ഒന്ന് കുളിച്ച് തോർത്തൊക്കെ പതുപോലെ തലേ കെട്ടി. ഉള്ളവരൊക്കെ ഇവിടെ പോയി കാരണന്മാർ ഇവിടെ ഒരു കാരണവത്തേ ഉള്ളൂ. ഇവിടെ ഒരു കാരണവത്തേ ഉള്ളൂ. ഇവിടെ ഒരു കാരണവത്തേ ഉള്ളന്നേ. താമസിക്കണോ? കാരണവത്തേ ഉള്ളന്ന്. കാരണവത്തെയോ? ആ, കാരണവരുണ്ടല്ലോ. കാരണവരുണ്ട്. ഏത് കാരണവര്? അപ്പൻ. ഏതപ്പൻ? രാത്രി കൂടി ഉണ്ടായിരുന്നല്ലോ നേരത്തെ. സന്ധ്യയാകുമ്പോൾ പോലും. സന്ധ്യയാകുമ്പോഴാണ് രാത്രി കണ്ടേ. എടുത്തേ, ഫോൺ എടുത്തേ. എടുക്ക് എലിക്കുട്ടി, എടുക്ക് എലിക്കുട്ടി എടുത്തോ. ആരാ ചോദിക്കേ? ചോദിക്കാരാന്ന്? സാലി ചേച്ചിയാണ്. എന്റെ മറ്റേ ഫോണിലെ നമ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. വാട്സപ്പിൽ വിളിച്ചാൽ മതി. സിംഗി വിളിക്കുമ്പോ കട്ടായി പോവാന്ന് എന്റെ. കുറവുണ്ട് ചേച്ചി. ഒരു മക്കളായിട്ട് കുടുംബം ജീവിക്കാൻ ഇതേരെ ആശുപത്രി പോയി. ഇനി ഇതൊക്കെ എന്നാ പഠിക്കണം? മരുന്ന് കഴിച്ചോളാം പറഞ്ഞു. കുടുംബമായിട്ടല്ലേ ജീവിക്കുന്നേ? കുടുംബമായിട്ടല്ലേ ജീവിക്കുന്നേ? ജീവിക്കാനോ? അത് അധ്വാനിക്കണം. വേറെ പ്രശ്നമൊന്നും പഴയ കാരണന്മാരെങ്ങനെ ജീവിച്ചത്? അവരൊരു ഓരോ സ്വത്ത് കൊണ്ടും അല്ലെന്ന്. എന്നിട്ട് അവരെ അപ്പന്മാർ അവർക്ക് യാതൊന്നും ചെയ്ത് കൊടുക്കില്ലാന്ന്. സകല അവർ തന്നെ ചെയ്യലായി. പറമ്പിലായാലും പുറത്തായാലും കണ്ടത്തിലായാലും എവിടെ. ബാക്കിയുള്ളവരൊക്കെ ഓർമ്മയിൽ അവർക്ക് നേരം വെളുക്കുമ്പോൾ ഇല്ല, ഒന്നുമില്ല. പണി തന്നെ. കള്ള് കുടിക്കാട്ടോ ഒന്നും ചെയ്യല. അപ്പന്മാർ കുടിക്കുകയും ചെയ്യും. മക്കൾ കുടിക്കല. മക്കൾക്ക് ഭയങ്കര പേടിയാണ് അന്നത്തെ കാലത്തുള്ള അപ്പന്മാരെ. ഓരോരോ കഥകളൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പൊ അതുങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അമ്മ സംസാരിക്കുന്നുണ്ടോ? അതെ, അമ്മ സംസാരിക്കുന്നുണ്ടോ? ചെമ്പേരിന്ന് ഇന്നാള് വന്ന ചേച്ചി മകള് ഇപ്പൊ സംസാരിക്കണ്ടേ? എന്നാ ബാ എന്നാ അമ്മയ്ക്ക് സുഖാണോ? നിങ്ങോട്ട് ഏറ്റുവാ. അവിടം വരെ എത്തിയാൽ ഇവിടെ വന്നിരി. ഇങ്ങോട്ട് വരുമോ? ചോദിക്കതൊക്കെ ഇന്നലെ വന്നാ വരാൻ പറ. ചുമ്മാ ഇരിക്കുവേ. ഹലോ, എന്തോ സുഖാണോന്നോ? എന്നാ സുഖം കിട്ടാനാ മോളെ? ആണോ? അത് ശരി. മോക്ക് സുഖാണോ? എന്തോ? എല്ലാ ദിവസവും അമ്മേനെ കാണുന്നുണ്ടെന്നു. ആണോ? കാണാനോ? അവളെവിടെ വെച്ചാ കാണണേ? ഫോട്ടോയിലാ? ചായ കുടിച്ചില്ല മോളെ. കുടിച്ചു. എന്തെങ്കിലും ഉറപ്പിച്ചു. ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെയുണ്ട്. അവരുടെ കൊടുക്കണോ? കൊടുക്കാൻ വിളിക്കൂ. ഹലോ, ഞാൻ ചോദിക്കാം. അവള് ചോദിക്കുന്ന കാര്യം പറയണം. ചേച്ചി പറഞ്ഞൊന്നും ഇല്ലല്ലേ? ഇങ്ങോട്ട് തന്നതാ. പ്രാർത്ഥനയും പാട്ടും മാറ്റം വന്നു. ഇപ്പൊ കുറെ നല്ല പണിയാ. 3 വർഷമായിട്ട് കിടക്കുന്നവർക്ക് സുഖാ. ശരിയാ, മാറ്റം വന്നു.
മനുഷ്യൻ വിവാനും അങ്ങനെ ജൂണിലാണ് ഉണ്ടായത്. അയ്യോ മൃഗമായിട്ടായിരിക്കണേ. ആര് മനുഷ്യനോ? മനുഷ്യനാണ് മൃഗായ. കൂടുതലും ഒത്തിരി പാട്ടാ. പാടിക്കേ, ഒരു പാട്ട് നോക്കിങ്ങ പാടിക്കേ, ഒരു പാട്ടങ്ങ് പാടിക്കേ. പള്ളിയിൽ പാടാനുള്ള ആ പള്ളിയിലെ പാട്ടങ്ങ് പാടിക്കേ പറഞ്ഞോ. ഇതൊക്കെ. സർവാധിപന കർത്താവെന്നങ്ങ് പാടിക്കേ. ആരാ വിളിച്ചേ? ചെമ്പേരിന്നാ, ചെമ്പേരിന്ന്. എനിക്കറിയത്തില്ല, ഇല്ലേ? എല്ലാരും വിളിച്ചില്ല. ഇപ്പം ഫോൺ വിളിച്ചതാ. അവളോടാ വിളിച്ചത്. അവളോടാണോ വിളിച്ചത്? അവിടെ എടുക്കലോട്ട് അവൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു. പറഞ്ഞാണ്ടല്ലോ അങ്ങ് ചുമ്മാ വായി തോന്നുന്നങ്ങ് പറഞ്ഞേക്കുവാ. അവളങ്ങ് വിളിച്ചതല്ല, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വിളിച്ചതാ. എനിക്ക് ചേച്ചിയുടെ അമ്മയെ പോലും അറിയത്തില്ല. സാലി ചേച്ചിയാ ചെമ്പേരിന്ന്. പെണ്ണത്തീടെ പെണ്ണത്തിയുടെ ജോസിന്റെ ഭാര്യ ഇവിടെ വന്നില്ലേ കഴിഞ്ഞ ദിവസം? ആരുടെ? പെണ്ണത്തിയില്ലേ, പെണ്ണത്തി. എവിടുത്തെ? നമ്മുടെ നാത്തും പെണ്ണത്തിയില്ലേ? അവളെവിടെയാ? ആ അവളുടെ മരുമകള് വിളിച്ചതാ. മരുമകള് വിളിച്ചതാ ഇങ്ങോട്ട്. ആരെ വിളിച്ചു? മരുമകളാന്നേ വിളിച്ചത്. എമ്പിള്ളേര് ജോമോളെ വിളിച്ചതേ. എന്തിനാ? ആ വിശേഷം അറിയാനായിട്ട്. അറിയാനായിരിക്കും. ആ ഇവിടെ വന്നല്ലേ വിവരങ്ങളൊക്കെ. അമ്മയുടെ വിവരം. എലിക്കുട്ടിയമ്മ എന്നാ എടുക്കുന്നു, എന്നാ പറയുന്നു, സുഖമാണോ? എലിക്കുട്ടിയമ്മ പറഞ്ഞില്ല എന്നാ സുഖമാന്ന്. പണ്ട് പോലുള്ള ഡയലോഗ് ആരെങ്കിലും ചോദിച്ചാൽ അതാണ് എനിക്ക് ചിരി വരുന്നത് കേട്ടോ. വേറെ ഒന്നും ഞാൻ കളിയാക്കി ചിരിക്കുന്നൊന്നും അല്ല കേട്ടോ. അമ്മയുടെ ആരെങ്കിലും പണ്ട് പോലെ ഓർമ്മയുണ്ടായിരുന്ന കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. സുഖാണോ എന്ന് ചോദിച്ചു, എന്നാ സുഖം വരാനാ. ഇതുങ്ങളുടെ കൂടെ ഒക്കെയല്ലേ ജീവിക്കുന്നത്, പിന്നെ എന്നാ സുഖം വരാനാ. അത് കേൾക്കുമ്പോ എന്റെ എല്ലാം തീരും. അന്നത്തെ ദിവസത്തെ എല്ലാം തീരും. അമ്മയാ ചോദിക്കാറ്. എന്റെ അമ്മ പറയും, എന്റെ അമ്മായിയമ്മയുടെ ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചു, എന്നാ സുഖം വരാനാന്ന്. നമ്മൾക്ക് നമ്മൾ പറയാതെ ഒന്നും അറിയത്തില്ലല്ലോ. ഇല്ലെന്നേ എല്ലാം പറഞ്ഞോട്ട് മനസ്സിലാകും. ഇവിടെ വന്ന് സാലി ചേച്ചിയാ വിളിച്ചത്. അങ്ങനെ വിളിക്കുകയോ ഇല്ല ആരെ? അമ്മമാരെ. അവര് ഞങ്ങളൊക്കെ വിളിച്ച് പെണ്ണുങ്ങളൊക്കെ വിളിച്ച് കഴിഞ്ഞെങ്കിലേ ഉള്ളൂ ഒന്ന് വിളിക്കുള്ളൂ. ഫോൺ വിളിക്കുന്ന? ഫോൺ വിളിക്കുന്ന? ഫോണിൽ വിളിക്കുന്നതാണോ? ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കുക വേണോ? ഇച്ചിരി ചൂടുവെള്ളം വേണോ കുടിക്കാൻ? പുസ്തകം കൊണ്ട് പിടിച്ചു. അതിനെന്താ ചൂടുവെള്ളത്തിന്റെ കൂടെ തിന്നാനാ? ആ ചൂടുവെള്ളത്തിന്റെ കൂടെ തിന്നാനാണോ? പുസ്തകം എന്തിനാണ് അവിടെ അങ്ങോട്ട് കൊണ്ടില്ലെന്ന്? അവിടെ വെള്ളം കുടിക്കുന്നതല്ലേ. പുസ്തകം ഇവിടെയല്ലേ ഇരുന്നേ? പുസ്തകം ഇവിടെയല്ലേ ഇരുന്നേ? ടീപ്പോയിലല്ലേ പുസ്തകം ഇരുന്നേ? എലിക്കുട്ടിക്ക് ഇച്ചിരി വെള്ളം വേണോ? ഇച്ചിരി വെള്ളം വേണോ? വെള്ളം വേണം. ചൂടാട്ടാ. മാപ്പൊഴുന്നൊന്നും പറഞ്ഞേക്കെ. അപ്പൊ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങിയില്ലെന്നോണല്ലേ? ആണോ? ആ പകൽ ഉറങ്ങിയിട്ടില്ല ഇന്ന്. ഞാൻ ചുമ്മാ ഉറങ്ങി എനിക്ക് വേണ്ടാത്ത രോഗമെല്ലാം വരും കേട്ടോ. ഞാൻ വേറെ വല്ല വഴിക്കും പോവാ. കുറച്ചു നേരം പ്രാർത്ഥന ഇല്ലേ? അവിടെ ഇരിക്കട്ടെ ചൂടാ. കുറച്ചു നേരം വഴിക്ക് ഇറങ്ങി പോയേക്കുവാ എലിക്കുട്ടിയമ്മേ. പ്രാർത്ഥന ഇല്ലേ കുറച്ചു നേരം തോന്നല്ലേ? പ്രാർത്ഥന കുറവാ. അവര് അമ്മയുടെ വിശേഷം തിരക്കാൻ, നമ്മുടെയൊക്കെ വിശേഷം തിരക്കാൻ വേണ്ടി വിളിച്ചതാ. തിരക്കാൻ. വിശേഷം തിരക്കാൻ. സുശേഷം സുഖമാണോന്ന് അറിയാൻ വിളിച്ചതാ. വിശേഷങ്ങൾ തിരക്കാൻ. അമ്മക്ക് അതൊക്കെ പറയാവോ? അമ്മയ്ക്ക് സുഖാണോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എലിക്കുട്ടി അമ്മയ്ക്ക്. അമ്മയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യാമല്ലേ? അമ്മയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ വരുമോ? ആരാ? അമ്മ. അമ്മയ്ക്ക് സുഖാണോ? അമ്മ എലിക്കുട്ടി അമ്മയ്ക്ക് സുഖാണോ? എലിക്കുട്ടി അമ്മയ്ക്ക് സുഖമാണോ? എനിക്ക് സുഖം വന്നാ എന്നാ വരാൻ? അതിനാ അങ്ങനെ പറയണത്? അങ്ങനെയാ. അതിന് പ്രത്യേകിച്ച് അന്വേഷിക്കാനും തിരക്കാനൊക്കെ ആൾക്കാരുണ്ടോ? ആരൊന്നും ഇല്ലേ? ആരോ ഉള്ളേ? അമ്മയുടെ മക്കളില്ലേ? മക്കൾ ആമക്കളെ. ആമക്കൾ നോക്കിയ ശരിയായല്ലേ? ആമക്കളെ കെട്ടിക്കൊണ്ട് വന്ന മക്കളും അവരുടെ മക്കളും ഒക്കെ ഇല്ല. അത് അവരുടെ സൗകര്യ, അവരുടെ സൗകര്യത്തിനുള്ള ജീവിത. അവര് നോക്കത്തൊന്നുമില്ല. അത് അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്താ വേണ്ടതെന്നും എന്താ ഇല്ലാത്തതെന്നും ഒരു മരുന്ന് പോലും വേണം എന്ന് ചോദിച്ചു മേടിച്ചൊന്നും തരികല.
ഒരു മക്കളും തിരിയല്ലേ? ആശുപത്രിയിലും കൊണ്ടുപോയി. ഒരു മക്കളും തിരിയല്ലേ? ഒരു മക്കളും തിരിയല്ലേ? എന്നാ ഒരു മക്കളും തരികയല്ലേ എന്ന് ഒരു മക്കൾ ജോലിക്കാർ തരുമല്ലേ? ഇവിടെ സ്ഥിരം ഉള്ളവർ തരും. ഇവിടെ സ്ഥിരമുള്ളവർ തരും, ഇല്ലാത്തവർ അവർ വരുമ്പം തരും. അവർ വരുമ്പം തരും. അത്യാവശ്യം ചോദിച്ച അത്യാവശ്യം ചോദിക്കണം. കാര്യങ്ങളൊക്കെ മേടിച്ചും തരും. അത് മതിയല്ലോ, അതൊക്കെ പോരെ. അത് മതി. 2-3 പേര് പുറത്തല്ലേ? പുറത്താ. അവരൊക്കെ വരുമ്പോ തന്നാ പോരെ? പല സ്ഥലത്തായിട്ടാ. അവരൊക്കെ വരുമ്പോ തരുമ്പോ ഒരു 20 തങ്ങ് തരികയല്ലേ, പിന്നെ പോരെ? അവർക്ക് നല്ല ശമ്പളവും. പിന്നെ പറഞ്ഞ ആരും നോക്കിയാലോ? നോക്കിയാ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ. നോക്കുന്നവർക്ക് എന്ത് വിഷമം ഉണ്ടാവും അറിയാവോ? ഇങ്ങനെ നോക്കിയാലൊന്നും പറയരുത്. ആരാ നോക്കിയാലോ പറഞ്ഞു? അമ്മയല്ലേ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും ഒന്നും ആരോടും പറയുന്നില്ല. പറയണ്ട കേട്ടോ. ഞാൻ എൻ്റെ വിഷമം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഈശോയോട് മാത്രമേ പറയുന്നുള്ളൂ. അത് പറഞ്ഞാലേ എല്ലാം പരിഹാരം മറ്റുള്ളവർക്ക് കൊടുക്കണം. അതെ അതെ, അതിന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നാട്ടുകാരോടോ വീട്ടുകാരോടോ പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഇത്ര നാളോടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ ഉള്ളു. അമ്മായി എപ്പോഴും വെച്ച് എന്തായിരുന്നു എന്നിട്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് എന്തോരം പറഞ്ഞിട്ടുണ്ട്. കെട്ടിയവനോടും പറഞ്ഞിട്ടില്ല. കെട്ടിക്കൊണ്ട് വന്ന മകളോടും പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലം. എന്നോടെല്ലാം ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. ഞാനും അമ്മയല്ലേ കൂടുതൽ നിൽക്കുന്നത്, അതുകൊണ്ട് എന്നോടെല്ലാം ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പോവുകയും കയറുകയും അതൊക്കെ ചെയ്യാനല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ. അറിയാൻ പറഞ്ഞതാ. പേരിക്കുട്ടിക്ക് സുഖമാണോ? വരാണ്ടെല്ലാം വണ്ടിയായിട്ടങ്ങ് പോണം. അതൊക്കെ വഴി ഓരോരുത്തർ പോണതല്ലേ, അങ്ങനെ പോണതാന്നേ. എന്നായാലും നമുക്ക് മനസ്സിൽ വിഷമം തട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അമ്മ. ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു പോകും. നമ്മള് മനുഷ്യരല്ലേ, അങ്ങനെയല്ലേ? പിന്നെ അങ്ങനെ പറഞ്ഞു പോകും. ഇപ്പൊ എന്നെ ചെയ്യണം, നമ്മള് വിശുദ്ധരൊന്നും അല്ലല്ലോ. സ്നേഹമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാന്ന് ഞാൻ പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാന്ന് ഞാൻ പറയും. അത് എനിക്ക് അങ്ങനെയാണ് എന്റെ സ്വഭാവം. എന്നെ ചെയ്യണേ അമ്മ അങ്ങനെ പറയല്ലേ? എല്ലാരും തന്നെയൊക്കെ പറയും. മക്കൾക്ക് നിരാശ പറ്റാതെ നോക്കി കുടിച്ചു വരി. ചൂടുവെള്ളം ചൂട് കൂടുതലാണോ നോക്ക്. എങ്ങനെ ചൂടാ? അവിടെ ഇരിക്കട്ടെ. കുടിവെള്ളം തിളപ്പി കരിഞ്ഞാലി. അമ്മ കരിങ്ങാലി വെള്ളത്തിന്റെ ആളായിരുന്നു. കരിങ്ങാലി തിളപ്പിക്കുമായിരുന്നുള്ളൂ. ഇവിടെ സുഖാണോ? ഇവിടെ സുഖാണോ? ഇപ്പൊ ഇവിടെ സുഖാണോ? ഇപ്പൊ ഇവിടെ സുഖാണോ? അതാ അറിയേണ്ടത്. എല്ലാത്തിനും സുഖം. എന്താ സുഖം? അത്യാവശ്യം തിന്നാനും കുടിക്കാനും മരുന്നും വസ്ത്രവും ഒക്കെ കിട്ടിയാ പോരെ? കൂടെ താമസിക്കാൻ ആളും. അതൊക്കെ ഇച്ചിരി കുറച്ചൊക്കെ കിട്ടും. അത് മതി. അത് മതിയില്ലേ? അത് സ്വന്തം വീട്ടിലായാലും പിന്നെ അങ്ങനെയല്ലേ. അതോ നട്ടോ ഇല്ലാതൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റിയല്ലോ. വരുമാനത്തിന്റെ അനുസരിച്ച് വേണ്ടേ നമുക്കല്ലേ? വരുമാനമൊക്കെ നോക്കി വേണം നമ്മൾ ജീവിക്കാൻ. പിന്നെ ഓടി തണ്ടപ്പട്ടി നടക്കുമ്പോൾ 4 പാടും എല്ലാം മേടിച്ച് കൂട്ടി വെച്ചിട്ട് പിന്നെ അവർക്ക് മനുഷ്യരായിട്ട് വിഷമിപ്പിക്കുന്നത് കാര്യമില്ലല്ലോ. 10 ചിലവാക്കാനുള്ളത് 5 ചിലവാക്കി മാറ്റണം. എന്നാലും അവർക്ക് കുഴപ്പമില്ല, ഒരു ദോഷമില്ല. എല്ലാ സാധനവും ഇല്ലായിരിക്കും, കുഴപ്പമില്ല. അമ്മയുടെ സ്വഭാവമായിരിക്കും അമ്മയുടെ ഈ മകന് കിട്ടിയേക്കണത്. അമ്മയുടെ സ്വഭാവം തോന്നുന്നു അമ്മയുടെ മകന് കിട്ടിയേക്കണം. ഈ മകന് 10 ചെലവാക്കേണ്ടടുത്ത് 5 ചെലവാക്കുള്ളൂ. അങ്ങനെ വേണം ജീവിക്കാൻ അല്ലേ? നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കുക. ഇല്ലാത്ത മകടി നമ്മൾ കാണിച്ചിട്ട് കാര്യമുണ്ടോ? എലിക്കുട്ടി കാണിക്കുകയല്ലോ അല്ലേ? ഇല്ലാത്ത പകടി നമ്മൾ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്ത പകടി എലിക്കുട്ടി കാണിക്കില്ല. ജീവിക്കണം, അതാണ് അത്യാവശ്യ കാര്യം. നമ്മൾ ആരും ജാതിയോ മതമോ മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. എല്ലാവരോടും സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് ഒരു തെറ്റും വരികയില്ല. അവർക്ക് പ്രായമായി വരുമ്പോഴത്തേന് അവർക്ക് ഈശോ ധാരാളം കാരുണ്യമാവും. അത് പഴയ പുസ്തകത്തിലൊക്കെ വായിക്കാൻ പറ്റില്ല. എനിക്കറിയാം. ബൈബിളില് പുസ്തകത്തിലുണ്ട് സകലതും. ആദം മുതൽ ഉള്ള കാര്യങ്ങൾ. വെള്ളം കുടിച്ചോ? ഇത്ര വായിട്ട് അരച്ചതല്ലേ ഈ വെള്ളം കുടി. ഇനി വേണ്ട, ഇനിയിപ്പം വേണ്ട. ഊതി കുടി, ചൂടുണ്ടാക്കി.
ഇത് തണുത്തിപ്പോ അതാ ഇത് വണ്ടിയാ പോകണം. പൊക്കോട്ടെ, നമുക്ക് പോകാം. ഈ വണ്ടിയല്ലേ അങ്ങോട്ട് പോകണം. ഓരോ വഴിക്ക് പോണം, നമുക്കും പോകാമെന്ന്. മനുഷ്യരുമായിട്ടാ എലിക്കുട്ടി, ആ നമുക്ക് പോകാമെന്ന്. എല്ലാവരും വലിയ ജോലിക്കായിട്ട് പോവാ. നമുക്ക് ഒന്ന് പോയാലോ? നമ്മളെന്നാ പോകാൻ? ചുമ്മാ നമ്മളൊക്കെ പോയാ അതൊന്നും ശരിയായില്ല. ശരിയായി. അതെ, നമ്മൾ മനുഷ്യരല്ലേ. എന്തേ എലിക്കുട്ടി, എന്നാ പോകാമെന്ന്? വെള്ളം ബാക്കി കൂടി ഉത്തരവാദിത്തക്കാരുണ്ടെങ്കിലേ പോകാൻ. അത് കൊണ്ടുപോകൂല്ലോ. അതെ ഉത്തരവാദിത്തക്കാരുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അന്തോ ബന്ധോ ഇല്ലാതെ നമ്മൾ പോയേ ചെയ്താൽ നമ്മൾ എന്നാ ചെയ്യാനാ? ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇത് എവിടെ ചെന്ന് ജീവിക്കാൻ? ഇത് കൊണ്ടുപോകാന്ന് പറയുമ്പോ അമ്മയ്ക്ക് എലിക്കുട്ടിയമ്മേ, കല്യാണം കഴിച്ചു കൊടുക്കാത്തവർ ഇപ്പോൾ ആണുങ്ങൾ അവരെ സംരക്ഷിക്കാനുള്ള എന്തെന്നുള്ള പരിപാടി നോക്കിയില്ല. വന്നാലാ ആണോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ? ഇപ്പൊ രണ്ടുപേർക്കും ജോലിയല്ലേ, സംരക്ഷിച്ചില്ലെങ്കിൽ ഉടനെ വിട്ടു പൊക്കോളാൻ പറയും. ഉത്തരവാദിത്തം ശരിക്കും പഠിച്ചിട്ടില്ല. പണ്ടൊക്കെ എല്ലാവരും നരകിച്ച് കിടക്കണം. ഇപ്പൊ ആരും നരകിക്കാനൊന്നും കിടക്കില്ല, അവരുടെ പാട് നോക്കി പോകും. എലിക്കുട്ടിയമ്മേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പണ്ട് പെണ്ണുങ്ങളൊക്കെ അടിമകളായിരുന്നു. ഇന്ന് അങ്ങനെയാണ്, പെണ്ണുങ്ങളുടെ കയ്യിലാ കൂടുതൽ കാശുള്ളത്. എന്തെങ്കിലും കാണിച്ച അവന്മാരോട് പറയും വിട്ടു പൊക്കോളാൻ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ അങ്ങനെയാമ്മേ. മര്യാദക്കാണെങ്കിൽ മര്യാദയാ. പണ്ടെന്ന് പറഞ്ഞാൽ വരുമാനം ഇല്ലല്ലോ. വരുമാനം ഇല്ലാത്തോണ്ട് എല്ലാ അടിയും കൊണ്ട് കീഴെ കിടക്കും. കിടക്കുമല്ലേ? എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പ്രയാസം വരും. അതുകൊണ്ട് കാര്യമില്ല. ആ ചെയ്തില്ലേലും നമുക്ക് ഈശോ വരും, വേള വരും. അതേ പ്രതീക്ഷയുള്ളൂ. എല്ലാവരും വെല്ലം തരണം എന്ന് പറഞ്ഞിരുന്നാ വെല്ലം നടക്കൂ. അവര് തന്നാ നമുക്ക് തികയുവോ? വെള്ളം കുടിച്ചോ? കട്ടൻ ചായ അല്ല, ചുമന്ന വെള്ളമാ. കരിങ്ങാലി വെള്ളം. കട്ടൻ ചായ പോലത്തെ വെള്ളം. ഇപ്പൊ വലിയ സുഖമില്ല ഇവിടെ. സുഖമില്ലെന്ന് അത് പണ്ട് പോലെ പറയുന്ന സുഖമില്ലെന്ന്. അല്ല അത് പണ്ട് പോലെ ഉള്ള അതുപോലെ ഉള്ള ഒരു ഡയലോഗാണ്. എന്നാ സുഖം കിട്ടാനാ? ഞങ്ങൾ കാണാൻ ഇങ്ങോട്ട് വരികയല്ലേ. അതിന് സുഖമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അത് ഇവിടുന്ന് പോയി. അതെ, അതിന് സുഖമില്ലെന്ന് പറഞ്ഞു പോയി. ഇവിടെ നിൽക്കാൻ സുഖമില്ലെന്ന്, ഇവിടെ നിന്നിട്ട് സുഖമില്ലെന്ന് പറഞ്ഞ് അത് പോയി. പോയോ? ആ, എവിടെ പോയോ? ആ സ്ഥലം വിട്ടോ? മരിച്ചു പോയോ? മരിച്ചുപോയി. നമുക്കൊരു പ്രായമായി കഴിയും പോവും. ഓരോ കുടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ പറയാൻ വേണം. ഓ, അതിന് കുടിയൊന്നും ഇല്ലായിരുന്നു. അതിന് കുടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. എന്തെങ്കിലും സുഖം ഉണ്ടാകും. പഴയ കാലമല്ലേ. പഴയ കാലത്ത് സൂക്കേടൊക്കെ കുറവായി. ഇപ്പോഴാണ് ഇപ്പോഴാ രോഗം കുറവുള്ളൂ. രോഗം കൂടുതല്. രോഗം ഇപ്പോഴാ കൂടുതല്. അസുഖങ്ങൾ കൂടുതലാ വരുന്നത്. ഒരു മനുഷ്യർക്ക് സുഖമില്ല. അന്നൊക്കെ എന്ന് പറയുമ്പോ എന്നൊക്കെ ആയാലും നമ്മൾ നാടൻ മരുന്നൊക്കെ കൊണ്ട് ചെറുപ്പം മുതൽ കാരണവന്മാര് വളർത്തണം. മരുന്നൊക്കെ മേടിച്ചു കൊടുത്തണം. അതോടുകൂടി ആ രോഗങ്ങളൊക്കെ മാറിക്കിട്ടുക. രോഗങ്ങൾ കിടന്നു കണ്ടമാനം മൂത്ത് വശക്കേടാവുക ഒന്നും ചെയ്യേ. നാട്ടുമരുന്നല്ലേ. പിന്നെ അതുകൊണ്ട് ഇടകൊണ്ടാണ് പിന്നെ മാറ്റം വന്നത്. ഇടകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുമരുന്ന് ചികിത്സയില്ലായിരുന്നല്ലേ. ഇംഗ്ലീഷ് മരുന്ന് കുറവല്ലേ. വെള്ളം കുടിച്ചോ? സമയനായി. പോണമെന്നുണ്ടോ? എനിക്കമ്മയ്ക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടോ? നമുക്ക് പോയേക്കാണ്ടോ? ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് കറി ഒന്നും ഉണ്ടാക്കിയില്ല. തോരനെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇച്ചിരി ആ ചീര പറിച്ച് സാമ്പാർ ചീര
അതൊന്ന് തോരൻ വെച്ചാക്കാവല്ലോ നോർത്താ. നാളത്തേക്ക് ഒരു വാഴച്ചുണ്ട്. ഇതെന്നതാ? ദേ, ഇതൊക്കെ ഇപ്പോഴത്തെ കറികള്. ഇതെന്നാ ചീരയോ? ആ, ചീര ഇത് കണ്ടോ, ഇത് കണ്ടോ, പയറും കൂടി ഇട്ട് വെക്കുവേ. ഇതെന്നാ വാഴച്ചുണ്ട്. പണ്ടത്തെ ഇതിനകത്തെയാ ആ പൊക്കത്തെ ഇന്ന് താഴോട്ട് ഒരേത്തുന്ന ചുണ്ടൊക്കെയാ. പണ്ടത്തെ കറിയൊക്കെ അങ്ങനെയാ. ആ വാഴച്ചുണ്ട് സാധനങ്ങളുടെ പയറും. കറിയാ. എലിക്കുട്ടമ്മയുടെ കറിയാ. അതൊക്കെ നല്ല സാധനങ്ങളൊക്കെ അന്നത്തെ കാലം. വിഷയില്ലാത്തതാ. ആ ഒരു താരത്തിലും ഒരു പശ കണ്ടമാനം ഒന്നുമില്ല. അങ്ങനെ മനുഷ്യർക്ക് എന്തൊരു ആശ്വാസമാണ്. ആരോഗ്യം ഉണ്ടായിരുന്നു. വിഷമില്ലല്ലോ, കഴിക്കുന്നതിനകത്ത് വിഷമില്ലല്ലോ. എന്തോരം പൈസ കൊടുക്കണം. ആ, ഇതിന് പൈസ മുടക്കും ഇല്ല കേട്ടോ. അതെ, രണ്ടുണ്ട് കാര്യം. പൈസ പൈസ മുടക്കും കൊടുക്കാൻ ഒരു ഗുണമുണ്ട്. അതിന് പറ്റുന്ന മരുന്നിട്ട് കിട്ടുമില്ല. അങ്ങനെയായി. ഇങ്ങനെയുള്ള സാധനങ്ങൾക്കല്ലേ ഗുണമുള്ളത്. താരും കഴിക്കുകയല്ലേ, ഇതല്ലേ കുഴപ്പം. ഈ മതിയില്ലേ കിട്ടിയത്? ഉണങ്ങിയില്ലേ? ഉണങ്ങി മുടിയൊക്കെ ഉണങ്ങി മുടി ഉണങ്ങിയതല്ലേ? ഇടകൊണ്ടാണ് പിന്നെ ഈ ചികിത്സയ്ക്കൊക്കെ മാറ്റം പറ്റിയത്. അതുവരെയൊക്കെ ഒരു കുഴച്ചിലായി. തല ഉണങ്ങിയില്ലേ? തല ഉണങ്ങിയില്ലേ? പ്രായം നോട്ടോ ഒന്നുമില്ല. അന്തവും ബന്ധമില്ലാതെ ചെയ്തേക്കുവാൻ അന്നത്തെ ഡോക്ടർമാരൊക്കെ. അതും ബന്ധമില്ല ചെയ്തേക്കും. എന്താ ബന്ധമില്ലാതെ ചികിത്സിക്കുമല്ലേ? എന്റെ പാലൊഴിച്ച് ഗ്ലാസ് വെച്ചാൽ അത് ഒറയൊഴിക്കാനുള്ളതാണേ. ഒറയൊഴിക്കാൻ തണുക്കാൻ വേണ്ടി വെച്ചതാ. അമ്മയ്ക്ക് മോര് വേണ്ടേ, പുളിശ്ശേരി വേണ്ടേ? അമ്മയ്ക്ക് മോരും പുളിശ്ശേരിയൊക്കെ വേണ്ടേ? എന്നാ വേണ്ടത്? മോര് കഞ്ഞി കുടിക്കാനേ. എനിക്ക് വേണം നിർബന്ധമൊന്നും. നിർബന്ധമൊന്നുമില്ല. നിർബന്ധമുണ്ട്. ഇതിനകത്ത് എലിക്കുട്ടിക്ക് മോരോ പുളിശ്ശേരി ഇല്ലെങ്കിൽ അപ്പം എലിക്കുട്ടി കഞ്ഞി കുടിക്കത്തില്ല. കേൾക്കുന്നല്ലാതെ ആ, അതേ ഉള്ളു പറഞ്ഞുള്ളൂ. ഇന്ന സമയത്ത് വേണമെന്ന് ഒരു കർശനവും. കഞ്ഞിക്ക് ഇച്ചിരി മോര് വേണം. ഇതൊക്കെ ഞാൻ ഒത്തിരി വീട്ടിലിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ഒത്തിരി ഗുണമായിട്ട് കഴിഞ്ഞ് ഞങ്ങൾക്കറിയാവുന്ന എനിക്കറിയാവുന്ന ആ, മംഗളമാരെ മക്കളെ അമ്മേനെയും അപ്പനെയൊക്കെ അവരുടെ കീഴെ ജീവിച്ചത്. അച്ചടക്കത്തോടെ ജീവിച്ചതല്ലേ? എൻ്റെ തോന്നലുമായിട്ട് ഞാൻ യാതൊന്നും ചെയ്തിട്ടുമില്ല. അത് ഇപ്പോഴും ഇല്ല. അച്ചടക്കത്തോടെ ജീവിച്ചതാ അവരെ കൂടെ. കാരണവന്മാരൊക്കെ പറഞ്ഞ കേട്ടല്ലേ? പോവാണോ? കാരണവന്മാര് പറഞ്ഞ പോവാണോ? കാരണം പോവാണോ? വന്നു. ഇവിടുന്ന് പോവാണോ? സുഖമില്ലാത്തത് കൊണ്ട്. ഞാൻ എൻ്റെ അമ്മമാരെ അനുവാദം കൂടാതെ ഒരിടത്തും പോയിട്ടുമില്ല. പോവില്ല, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പോകാം. വെള്ളം അവരൊക്കെ ഇനിയും ഉണ്ട് താനും. ആരാ വരാനുള്ള ഇനി? ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇവിടെ ഇട്ടേക്കണം. ഏത്? അത് തേച്ച് കഴിച്ച് കറക്റ്റ് വയ്ക്കും. നാളെ വെയിലത്ത് വെക്കാം. തേച്ച് കഴിക്കോ? ആര് കഴുകും? ഈ പാത്രം എന്നോട് പറയണതല്ലേ? ആണോ? ആ, ആ പാത്രമൊക്കെ എടുത്തോട്ടെ, കൈ വെക്കടി. അവിടേക്ക് ഇട്ടിട്ട് പോയേക്കുവാ വെറുതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. എലിക്കുട്ടിയെല്ലാം വിളിക്കാലോ കേട്ടോ. പാത്രമൊക്കെ എടുത്തോട്ടെ, കഴി അവിടെ ഇട്ടിട്ട് എന്നോടൊന്നും പറയത്തുമില്ല. ചുമ്മാ പുറത്തോടൊക്കെ പോവുള്ളൂ. എലിക്കുട്ടിയെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളല്ലേ അല്ലേ? അതുകൊണ്ട് എലിക്കുട്ടിക്ക് അങ്ങനെ കിടക്കണ കാണുമ്പോൾ വിഷമ. ഒന്നിനൊരു ഉത്തരവാദിത്വം ഇല്ല. നടക്കുവാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആരോടുമായിട്ട് പറയല, പറഞ്ഞോണ്ട് പോകുള്ളൂ. ഒന്നും എനിക്ക് വേണമെന്ന് പറയല. ഞാൻ തന്നെ അവിടെ ഇരുന്ന് പറയും. ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളാം. അയ്യോ, പാട്ട് പാടുന്നുണ്ടാ? എന്നെ ചോദിച്ചാണ് പ്രാർത്ഥന പുസ്തകത്തിലെ പാട്ട് പാടുന്നുണ്ടോന്ന്? പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഏതാണ്ടെല്ലാം വെള്ളം വെച്ചു. വെള്ളം പിടിച്ചോ? എന്നതാവും വെള്ളമൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. പാണ്ട് പോലെ ഇരിക്കാൻ വെള്ളം അത് സ്ഥിരമായിട്ട് എടുത്ത് മറിക്കുന്നോണ്ടാ വീണതാന്ന് തോന്നുന്നത്. അഴുക്ക് പിടിക്കുന്നല്ലേ? എന്നിട്ടത് പിന്നെ പിന്നെ എന്നാണ്ട് വിശേഷം? വേറെ എന്നാണ്ട് വിശേഷം? എന്നാ പറ്റിയെന്ന്? എന്നാണ്ട് വിശേഷം? എന്നാ വിശേഷം വേറെ എന്നാ ഉണ്ടെന്ന്? പിന്നെ ആരാന്ന് നമുക്ക് നോക്കില്ല. ഏത് വണ്ടിയെ പോകുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് ഓരോരുത്തർ വണ്ടിയെ പോകണമല്ലേ? യാത്രക്കാരാ. ഇപ്പം അവിടെ പോയി കൈ കാണിച്ച് നിർത്തണം അവരെ.
ആരെന്നറിയണമെങ്കിൽ. പല ദേശങ്ങളിൽ പോകാം. അത് പല ദേശം വഴിയുള്ള പോകാനുള്ള വഴിയല്ലേ. ആർക്ക് അതിലേ വേണമെങ്കിലും പോകാമല്ലേ. നമുക്കെല്ലാവരും പിടിച്ചു നിർത്താൻ പറ്റുക. കാര്യമുണ്ടോ? സ്ഥിരമായിട്ടുള്ള ഡയലോഗുകളാ അല്ലേ? ആർക്കും പോകാൻ പറ്റത്തില്ല. വീട്ടിൽ കുത്തിയിരുന്നോളാം. വീട്ടിൽ കുത്തിയിരുന്ന് പണിയെടുക്കണം. മാറണോ ബൈബിള്? ബൈബിള് വായിക്കുന്നുണ്ടോ? പിന്നെ സാവു അവിടെ ഇവിടെ ഒന്ന് വായിക്കുക. സാവു ഒന്നുമല്ല ഉണ്ടാക്കി വെച്ചേക്കളെ. ചുമ്മാ സാവുവിനെ കുറ്റം പറഞ്ഞു. പഠിക്കുന്ന അതൊക്കെ ശരിയാ. ഹിന്ദി ആയാലും മലയാളം ആയാലും ഒക്കെ അതൊക്കെ ശരിയാ. എന്നിട്ട് പഠിക്കുമായിരുന്നു. അല്ലെ ജോലി മേടിച്ചേ. ഏറ്റവും ബസ്സായിട്ട് പഠിച്ചോണ്ടിരുന്നല്ലേ. വായിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും. വണ്ടി വരുന്നുണ്ടോ? ആരാ? അത് ഓട്ടോറിക്ഷ വന്ന് പോകണം. ആരാണ്ട് തിരിച്ചു പോകണം. അവിടെ വന്നിട്ട് തിരിച്ചു പോകണം. തിരിക്കാൻ വന്നതാ. തിരിച്ചു പോകണം. അല്ലല്ല, ഇങ്ങോട്ട് എന്തിനാ വന്നെ? അത് വഴിയാ വന്ന് പോകണമല്ലേ. പോയി അങ്ങോട്ട് പോയി. എന്നാ വണ്ടിയായിട്ടാണോ വരുന്നത്? വണ്ടിയും വീട്ടും വേണമെന്നില്ല. പിന്നെ എങ്ങനെയാ? സൈക്കിളും ഇട്ടുണ്ട്. ആണോ? അവര് 2 പെണ്ണും 2 ആണും. 2 പെണ്ണും 2 ആണും. അതാരൊക്കെയാ? ഞാനറിയാല. അയ്യോ, ഞാനെങ്ങനെ അറിയണം? ഇങ്ങനെ ഫോട്ടോയെ കാണും. ഫോട്ടോയെ കാണുന്നവരെ അതിൽക്കൂട്ടം സൂക്ഷിച്ച് നോക്കി വലിയ പരിചയം ഉണ്ടോന്ന്. അല്ല, നേരത്തെ മുതലേ പരിചയമുള്ളവരല്ലേ? ഇത് ഇടകൊണ്ട് പ്രായമായി കഴിയുമ്പോൾ വീടിങ്ങനെയാ പിള്ളേർ. പ്രായം കഴിയുമ്പോഴത്തേനും ആരെങ്കിലും അവനവർക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് സ്നേഹവും വിളിയും വരവും കൂട്ടും ഒക്കെയാ. അതുകൊണ്ട് അങ്ങനെയല്ലേ? നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മകനല്ലേ ഇത്. നമ്മുടെ മകനും മരുമകളും പിള്ളേരും അത്. ഇത്ര നേരമായിട്ട് ആരെയും കാണുന്നില്ല. നീ ആരെ കാണാനാ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.